ഹായ്, നമസ്കാരം. എസ് വി അരുളയിലാണ്. നമ്മുടെ നാട്ടിലെ ചില നേതാക്കന്മാർക്ക് മാധ്യമങ്ങൾ കൊടുക്കുന്ന ഒരു പ്രിവിലേജ് നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താനാണ്. നിങ്ങൾ ഈ അടുത്ത ദിവസം കണ്ടു കാണും, തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇരുചക്ര വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്നിടത്ത് തീപിടുത്തമുണ്ടായി. ആ തീപിടുത്തത്തെ തുടർന്ന് നിരവധി വാഹനങ്ങൾ കത്തി നശിച്ചു. ബൈക്കുകൾ, ഇരുചക്ര വാഹനങ്ങൾ കത്തി നശിച്ചു. പാവപ്പെട്ട അന്നന്നത്തെ ജോലിക്ക് പോകുന്ന ഒരുപാട് പേരുടെ ഒരു ആശ്രയമായിട്ടുള്ള ഈ വാഹനങ്ങളാണ് റെയിൽവേ സ്റ്റേഷനിൽ, മനസ്സിലാക്കുക, റെയിൽവേ സ്റ്റേഷൻ നശിച്ചത്. നിങ്ങൾ എവിടെയെങ്കിലും മാധ്യമങ്ങൾ സുരേഷ് ഗോപിയുടെ ഒരു പേരെടുത്ത് പരാമർശിക്കുകയോ കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിയുടെ ഈ റെയിൽവേ വികസനത്തെക്കുറിച്ചും തൃശ്ശൂരിനെ ഇപ്പോൾ സ്വപ്നഭൂമിയാക്കുമെന്നാണ് പറഞ്ഞത്. ഒരു വർഷത്തിന് മുകളിലായി ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് റെയിൽവേക്കകത്ത് നടക്കുകയാണെങ്കിൽ ആരെ വീഴ്ചയാണ്? നമ്മുടെ നാട്ടിൽ റോഡിൽ കുഴി ഉണ്ടായാൽ നിങ്ങൾ കാണാറില്ലേ? റിയാസിനെ വല്ലാതെ ആ കുഴിയുടെ പേരിൽ വിമർശിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടാകുന്നു. അവിടെ നിരവധി പേർക്ക് അവരുടെ ജീവിത ഉപാധിയായിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാം. ഇരുചക്ര വാഹനങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതെന്തുകൊണ്ടായിരിക്കും സുരേഷ് ഗോപിയെ മാധ്യമങ്ങൾ പൊതിഞ്ഞു പിടിക്കുന്നത്, വിമർശിക്കാത്തത്? കേന്ദ്രമന്ത്രി കൊട്ടിഘോഷിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് പറയുന്നിടത്താണ് റെയിൽവേക്കകത്ത് അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനകത്ത് ഒരു അവധി ദിവസമായതുകൊണ്ട്, അത്രയും സംഭവം ഉണ്ടായതുകൊണ്ട് ഇത്ര വാഹനങ്ങളെ നശിച്ചോളൂ. അല്ലാത്തൊരു ദിവസമായത് ആകാത്തത് ആ നാട്ടിലെ ജനങ്ങളുടെ ഭാഗ്യമാണ്. അടിമക്കണ്ണന്മാരോടല്ല സംസാരിക്കുന്നത്, മനുഷ്യരായിട്ട് ചിന്തിക്കാൻ പറ്റുന്നവരടുത്താണ്. അവിടങ്ങളിലാണ് ഈ സൂപ്പർ സ്റ്റാർ ആയിട്ടൊക്കെ കൊണ്ട് അവരോധിക്കുന്നവർ. ഇതുവരെയെങ്കിലും ആ സംഭവം നടന്ന സമയത്ത്, അതായത് തീപിടിക്കുന്ന സന്ദർഭത്തിൽ എവിടെയാണ് കേന്ദ്രമന്ത്രി എന്നൊരു ചോദ്യം നിങ്ങൾ കണ്ടോ? അങ്ങനെയൊന്നൊരു ചോദ്യം ചോദിക്കാതെയുള്ള കരുതൽ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കൂട്ടുകച്ചവടം. മാധ്യമം പ്രവർത്തനം എന്ന പേരിൽ മുതലാളിമാർക്ക് ആരൊക്കെയാണോ ഫണ്ട് റൈസർമാർ, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടം പോലെ ഗുണമുള്ളവർ, അവരെക്കുറിച്ച് വാർത്ത വരത്തില്ല. പിന്നെ തൊഴിലാളി പാർട്ടി ആയതുകൊണ്ട് തൊഴിലാളി നേതാക്കന്മാരെ മുതലാളിമാരാണല്ലോ, അവരെ സംബന്ധിക്കുന്നിടത്തോളം എല്ലാ കാലത്തും അവരോട് പുച്ഛമാണ്. ഈ തൊഴിലാളികളായിട്ടുള്ളവന്മാർ ഈ കസേരയിലേക്ക് കയറിയിരിക്കുന്നത്. മറ്റതാരാണ്? അത് ഈ പറയുന്നില്ല, അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനാകാൻ കൂടി കൊതിച്ചിരിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഈ ഷോ ഓഫൊക്കെ കാണിക്കുന്നതിനപ്പുറം കഴിവുകേടാണെന്ന് കഴിഞ്ഞ ഒരു വർഷത്തിന് മുന്നിൽ തെളിയിച്ചിട്ട് പോലും ഇങ്ങനെ ഒരു അനാസ്ഥ ആ റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ, നിങ്ങൾക്കറിയാം, തിരുവനന്തപുരത്ത് ഇതേപോലത്തെ ജോയ് എന്നൊരു ചെറുപ്പക്കാരനെ ഇതുപോലെ റെയിൽവേക്കാർ വിളിച്ച് ആമേഴഞ്ചാത്തോട് റെയിൽവേയുടെ ഭാഗം വൃത്തിയാക്കാൻ ഇറങ്ങിയ സന്ദർഭത്തിൽ അദ്ദേഹം വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന സന്ദർഭമുണ്ടായി. അന്ന് നഗരസഭ ഉൾപ്പെടെയുള്ളവർ അതിലിടപെട്ട്, നഗരസഭയുടെ ഭാഗമല്ല, റെയിൽവേയുടെ അധീനതയിലുള്ള ഭാഗമായതുകൊണ്ട് അവർക്ക് വൃത്തിയാക്കാൻ കഴിഞ്ഞില്ല. ആ ചെറുപ്പക്കാരനെ അന്ന് കൊലയ്ക്ക് കൊടുത്തതിന് ശേഷം ആടിനെ പട്ടിയാക്കി. മാധ്യമങ്ങളെല്ലാം കൂടി ചേർന്ന് അന്ന് റെയിൽവേയെ വെള്ളപൂശിക്കൊണ്ട് നഗരസഭയുടെ തോളിൽ വെച്ചുകൊണ്ട് ആര്യ രാജേന്ദ്രൻ്റെ മേൽ ചാപ്പ കുത്തിക്കൊണ്ട് അവരെ കടന്നാക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി. റെയിൽവേ വിളിച്ച ജീവനക്കാരനാണ് അങ്ങനെ ഒരു അപകടത്തിൽ മരിച്ചത്. അതേപോലെ ഈ ഒരു അനാസ്ഥ ഒരു കഴിവുകേടിൻ്റെ പര്യായമാണ്. റെയിൽവേ സ്റ്റേഷനെല്ലാം നവീകരിച്ച് അത്യാധുനിക സംവിധാനമാക്കുമെന്ന് നാക്കുകൊണ്ട് അനുദിനം ഡയലോഗ് അടിച്ച് കലിംഗ് പരിപാടി എന്നൊക്കെ പറഞ്ഞ് ക്യാമറകൾക്ക് മുന്നിൽ ഷോ കാണിച്ചു പോകുന്ന ഒരു വ്യക്തി. ആ വ്യക്തിയുടെ മണ്ഡലത്തിൽ അയാൾ പ്രതിനിധാനം ചെയ്യുന്നിടത്ത് ഇങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടാകുമ്പോൾ മണ്ഡലത്തിൽ പോലും ഇല്ല. കേന്ദ്രമന്ത്രി എന്നുള്ള നിലയ്ക്ക് ഒരു ചുക്കും ചെയ്യാനില്ല. വെറുതെ നമ്മുടെ നികുതി പണമെടുത്ത്, അതായത് ഒരു കേന്ദ്ര സഹവാഴാജിയായിട്ട് ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തൊരു പദവിയിൽ ഇരുത്തിയതിന് ശേഷം നിങ്ങൾ അടുത്ത 5 വർഷം ഇവിടുത്തെ നികുതി പണമെടുത്ത് പൊടിച്ചോ എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹത്തെ അവിടെ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ഉത്തരവാദിത്തത്തിലിരുന്ന് അറുമാദിക്കുകയാണ്. കേന്ദ്രത്തിൻ്റെ, അതായത് കാട്ടിലെ തടി തേവരുടെ ആന എന്നൊക്കെ പറയുന്ന പോലെ നികുതി പണം ഇഷ്ടം പോലെ എന്ത് ചെയ്യാം, എഴുതിയെടുക്കാം, ധൂർത്തടിച്ച് പോവുകയാണ്. ആ വാഹനം കത്തിയെടുത്തോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ സംയോജിപ്പിക്കാനായിട്ട് സുരേഷ് ഗോപി എന്ന വ്യക്തിയെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ? അദ്ദേഹത്തെ വിമർശിക്കണ്ടേ? ഇപ്പോൾ ഏതെങ്കിലും ഇടതുപക്ഷ MLA-മാരൊക്കെ ആയിരുന്നുവെങ്കിൽ ആ ഒരു സംഭവം പറഞ്ഞ് അവരെ അധിക്ഷേപിക്കുന്നത് നിങ്ങൾക്ക് കാണാമായിരുന്നു. ഇപ്പോൾ റോഡിലെ കുഴിയെക്കുറിച്ച് നിങ്ങളടുത്ത് പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ കേരളത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ആ മന്ത്രിമാരെയൊക്കെ പേര് പറഞ്ഞ് അധിക്ഷേപിക്കുന്നവർ, തൃശ്ശൂരിൽ ഒരു കേന്ദ്രമന്ത്രി ഉണ്ടായിട്ട് നാട്ടുകാർക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും ഒരു പുൽക്കൊടിക്കെങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് വെച്ചാൽ ഒരു ഗുണവും ഇല്ല. അയാൾക്ക് വ്യക്തിപരമായിട്ട് ഗുണമുണ്ടാകുന്നുണ്ട്. അങ്ങനെ ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു സംഭവം ആ നാട്ടിൽ നടന്നിട്ട് അയാളുടെ പേര് പരാമർശിക്കാതെ പൊതിഞ്ഞു പിടിച്ച കോൺഗ്രസ്സുകാരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ ചിലർക്ക് കൊടുക്കുന്ന പ്രിവിലേജുകളും, അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണെങ്കിൽ എന്ത് തെറ്റുകൾ അവരുടെ മണ്ഡലത്തിൽ വീഴ്ച വന്നു കഴിഞ്ഞാലും കേന്ദ്രമന്ത്രി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്തു എന്ന ചോദ്യം ഉന്നയിക്കാത്തടത്ത് കൂട്ടുകച്ചവടം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ സെലക്റ്റീവ് മാധ്യമധർമ്മമെന്ന് മനസ്സിലാക്കുക.